ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ആസ് ഐ സ്പീക്ക് ഓക്കെ 2 ദിവസം മുമ്പ് ഗൂഗിൾ ഡെവലപ്പർ ഗ്രൂപ്പ് മീറ്റിങ്ങിന് ഞാൻ പോകാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഷൈൻ സേവർ വന്നിട്ടുണ്ടായിരുന്നു, അരുൺ ആൻ്റണി, അങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമൃത്ലാൽ എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി മീറ്റിംഗ് വെന്യൂവിൽ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ദ ഇവന്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ജെയിൻ യൂണിവേഴ്സിറ്റി ആണ് എന്ന് തോന്നുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റി പിള്ളേരുമാണ് കോർഡിനേറ്റ് ചെയ്തതെന്നാണ് മനസ്സിലായത്. സോ ഒരു എന്താ പറയുക, ഇറ്റ് വാസ് എ ഗുഡ് ഇവന്റ് എന്ന് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോ പിടിക്കാൻ കാരണം എന്താ വെച്ചാൽ അതിൽ കുറച്ച് പോയിന്റ്സ് എന്താ പറയുക, ഞാൻ അവിടെ ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ഫസ്റ്റ് സെഷൻ ഒരു എന്താ പറയുക, ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡയറക്ടർ വന്നിട്ട് ഹി ഡിഡ് സെറ്റ് ദ കോണ്ടെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു ഐ ഫോർഗോട്ട് ദ നെയിം ഓഫ് ദി ലേഡി, ശ്രീനിവാസൻ, ഓക്കെ, അവര് വന്നിട്ട് ഗൂഗിളിന്റെ ടെക് സ്റ്റാക്കിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈവൻ ദോ ഇറ്റ് വാസ് നോട്ട് ഫുള്ളി ടെക്നിക്കൽ, ബട്ട് ടെക്നിക്കൽ എലമെന്റ്സ് നമുക്ക് അതിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഷീ സീംസ് ടു ബി എ വെരി സീസൺ സ്പീക്കർ. ഷീ കുഡ് ആക്ച്വലി എന്താ പറയുക, ക്യാപ്റ്റിവേറ്റ് ദി ഓഡിയൻസ് എന്നാണ് എനിക്ക് ഫീൽ കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ സെഷനാണ് ഏറ്റവും കലക്കിയ. ഒരു പോഡ്കാസ്റ്റിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കക്ഷിയാണ്. പുള്ളിയുടെ പേര് ഫെലിക്സ് സമ്പടിയാണ്, ഒരു ജോസ്, ഓക്കെ, തൃശ്ശൂർകാരനാണ്. സോ പുള്ളി എന്താ പറയുക, ഒരു സെഷൻ എടുത്തു ആൻഡ് ദാറ്റ് വാസ് ഓസം. ഓക്കെ, സോ പുള്ളി ഹി കുഡ് ആക്ച്വലി ടേക്ക് പീപ്പിൾ ഇൻ ടു ദ കോൺഫിഡൻസ് ബൈ സ്പീക്കിംഗ് ഇൻ മലയാളം ആൻഡ് മോസ്റ്റ്ലി മലയാളം. ബട്ട് പുള്ളിയുടെ ഒരു എന്താ പറയുക, ലിംഗ്വിസ്റ്റിക് ഫിനസ് ഒക്കെ അതിൻ്റെ ഇടയിൽ ഒബ്സർവബിൾ ആയിരുന്നു. സോ വൺ ഗുഡ് തിങ് വിച്ച് ഹി ടോൾഡ് ദെയർ വാസ്, ഓക്കെ, പുള്ളി ഹയർ ചെയ്യുമ്പോൾ പുള്ളി നോക്കുന്നത് ഹൈ ഏജൻസി ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഏജൻസി എന്നുള്ള എക്കണോമിക്സ് ടേം ഞാൻ കേട്ടിട്ടുണ്ട്, പോളിമാത്ത്, മൾട്ടി പൊട്ടൻഷ്യലേറ്റ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോഴാണ് ഹൈ ഏജൻസി എന്ന് കേട്ടതെന്ന്. അപ്പോൾ ഓക്കെ, ഐ കുഡ് മേക്ക് ഔട്ട് ദ മീനിങ്. അപ്പോൾ ഈ പുള്ളി അതിന്റെ ട്രേഡ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ എന്നെ ഒരു സറ്റാറിക്കൽ സെൻസിൽ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ പുള്ളി എന്താ പറയാ, അതായത് പോളിമാത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്കിൽസ് വിത്ത് സം കൈൻഡ് ഓഫ് എ കോക്ഷ്യൂർനെസ് റദർ ദാൻ കോൺഫിഡൻസ്. ഓക്കെ, അന്ന് ഉള്ള ഞാൻ എൻ്റെ തൊട്ടടുത്തിരുന്ന ഫ്രണ്ടിനോട് ജോക്ക് ചെയ്യണ്ടായി. ബട്ട് സെറ്റിംഗ് അപ്പാർട്ട് ദ ജോക്ക്, പുള്ളി പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ യു ഷുഡ് ബി ഫ്രം എ അപ്പർ ക്ലാസ് ഫാമിലി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സാധാരണ എന്താ പറയുക, ഒരു ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഫാമിലി എന്നുള്ള ഒരാൾക്കൊന്നും ആ ലെവലിലോട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ അങ്ങനത്തെ ഇൻഡിവിജ്വൽസിനെ അവിടെ നടക്കുന്നതും ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ ചേട്ടന്മാരോ അല്ലെങ്കിൽ എന്താ പറയാ ചേച്ചിയുടെ ഭർത്താക്കന്മാരോ അപ്പൊ കുറച്ച് ഗ്രൂംഡ് ആയിട്ടുള്ള ആൾക്കാണ് ഇത് ഈ എന്താ പറയാ ഈ ഹൈ ഏജൻസി ഇൻഡിവിജ്വൽ ആവാൻ സാധിക്കുമെന്ന് ഞാൻ അപ്പോൾ ഒരു വിലയിരുത്തൽ ഉണ്ടാക്കിയെങ്കിലും ഞാൻ പിന്നെ വന്ന് വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ദിസ് ടേം ഇസ് ഇൻ വോഗ്. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫെലിക്സ് ടോം ജോസോ എന്തോ ഉള്ള പേര് ഞാൻ ഓർക്കുന്നില്ല, പുള്ളി പറഞ്ഞ ഒരു ഈസ് എൻ ഓസം സ്പീക്കർ ആൻഡ് ഹി ഹാസ് വാക്ക്ഡ് ഹിസ് ടോക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞെന്നുള്ളത് Q&A സെഷനിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു അബദ്ധം പറ്റി. പുള്ളി പറഞ്ഞു 12ാം ക്ലാസ് പഠിച്ച ആളാണ് എൻ്റെ CTO, കോളേജിൽ തന്നെ പോകണമെന്നില്ല, അങ്ങനെ എന്തോ. ഈ ഇടയ്ക്ക് മരിച്ച ചാർലി കിർക്കും മറ്റേ യൂണിവേഴ്സിറ്റി ഹോക്സ് എന്ന് പറയുന്ന മാതിരി പുള്ളി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന ഒരു പയ്യൻ, ഞാനിപ്പോ കോളേജിലാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ എന്താണ് നിങ്ങൾ തരുന്നതെന്നുള്ളത് അപ്പോഴാണ് പുള്ളിക്ക് അബദ്ധം മനസ്സിലായത്. ബട്ട് ടു ബി ഫെയർ വിത്ത് ഹിം, ഈ മറ്റേ എന്താ പറയാ, പുള്ളി കവർ ചെയ്തു. അതായത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നുള്ളത്, പക്ഷേ ഐ തിങ്ക് ഡാമേജ് ഹാസ് ഓൾറെഡി ബീൻ ഡൺ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ബാർ ക്യാമ്പിൽ ഇതേമാതിരി കോളേജിൽ നിന്നും പോകേണ്ട കാര്യത്തിൽ ഒരു വ്യക്തി പറഞ്ഞിട്ട് എനിക്ക് തന്നെ അറിയാം, ഒരു 5-6 പേര് ടുക്ക് എ ഡിസിഷൻ ടു, അതായത് ഇപ്പൊ എന്ന് വെച്ചാല് കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ സക്സസ്ഫുൾ ആവാൻ വേണ്ടി കോളേജ് ഡ്രോപ്പ് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. അതായത് അതിനെ അഫേമിംഗ് ദ കോൺസീക്വന്റ് എന്നുള്ള ഒരു ന്യായ വൈകല്യമാണത്. പക്ഷേ
ഐ തിങ്ക് പുള്ളി ഡെലിബറേറ്റ്ലി ചെയ്തായിരിക്കുന്നില്ല. അതാണ് ഞാൻ ആദ്യം കണ്ട കാര്യം. പക്ഷെ ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ അല്ല, ഹൈ ഏജൻസി ഇൻഡിവിജ്വൽ എന്നുള്ള കാര്യം ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച മെട്രോ റെയിൽവേ സ്റ്റേഷൻ ആലുവെന്ന് വാങ്ങിച്ചൊരു ബുക്ക് ഉണ്ട്, ഡീപ്പ് വർക്ക്. ആ ബുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു എന്താ പറയാ, ഒരു പോഡ്കാസ്റ്റ്, മലയാളം പോഡ്കാസ്റ്റ് കണ്ടു. ആ ബുക്കിന്റെ റിവ്യൂ രണ്ടുപേരും സംസാരിക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ആൻ ഓസം പോഡ്കാസ്റ്റ്. അതിൽ നിന്ന് ഒരു ബുക്കിന്റെ പേരും കൂടി പുറത്തേക്ക് വന്നു, ഡിജിറ്റൽ മിനിമലിസം. അതും ഈ കാൾ ന്യൂപോർട്ട് എന്ന് പറഞ്ഞാൽ എഴുതിയതാണ്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഹൈ ഏജൻസി ഇൻഡിവിജ്വല് കാൾ ന്യൂപോർട്ടിന്റെ മറ്റേ എന്താ പറയാ ഡീപ്പ് വർക്ക്, അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ഡിജിറ്റൽ മിനിമലിസം. സോ ഈ മൂന്നും പ്ലസ് എന്താ പറയാ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള മേ ബി 0 to 1 ഇനിയിപ്പോ സ്റ്റാർട്ടപ്പ് ലിങ്കും കൂടി കഴിഞ്ഞ് people will be able to make sense out of okay what this AI business is all about. അപ്പൊ ഒരു ഡിജിറ്റൽ സൊല്യൂഷനിസം എന്ന് പറഞ്ഞൊരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതൊക്കെ ഈ ഗൂഗിളും ഇങ്ങനത്തെ ബിഗ് ടെക് കമ്പനീസിന്റെ എംപ്ലോയീസിന് അത് ഉണ്ടെന്നാണ് ഒരു പർട്ടിക്കുലർ ബുക്ക് അക്യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ എന്താ പറയാ എന്ത് കാര്യവും അങ്ങനെ, പക്ഷേ വേൾഡിലെ മിക്ക പ്രോബ്ലംസ് ഒന്നും അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോ ഈ ഡിജിറ്റൽ സൊല്യൂഷനിസ്റ്റുകൾ അല്ലെങ്കിൽ ഡിസ്റപ്റ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഗൂഗിള് ഈസ് ഓഫറിങ് എ ലോട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി പ്രസന്റേഷനിൽ നിന്ന് ആ ഇവന്റിൽ നിന്ന് മനസ്സിലായത്. അതായത് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് കണ്ടത് മറ്റേ എന്താ പറയാ ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറിന്റെ ഓപ്പണിംഗ് കീനോട്ട്, പിന്നെ എന്താ പറയാ പിന്നെ കണ്ടത് അഭിരാമി ശ്രീനിവാസനോ അഭിരാമി സുകുമാരനോ അങ്ങനെ ഒരു ലേഡി. സിൻസ് ഷീ ഹാസ് ബീൻ ഡൂയിങ് പ്രസന്റേഷൻ ഫോർ ഗൂഗിൾ, ഓക്കെ ഷീ ഡിഡ് റിയലി വെൽ. അതിൽ നിന്ന് മോസ്റ്റ്ലി ഗൂഗിളിന്റെ അലോയ് ഡാറ്റാബേസ്, ഞാൻ കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ കാര്യങ്ങളാണ് ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വാട്ട് ഐ സോ വാസ് ആക്ച്വലി മാർക്കറ്റിംഗ് തീർത്ത് പറയാൻ പറ്റില്ല. യു കൻ ആക്ച്വലി ഗ്ലീൻ ലോട്ട് ഓഫ് ടെക്നിക്കൽ സ്റ്റഫ് ഫ്രം ഇറ്റ് ഓർ സ്കീം ഓഫ് തിങ്സ് ടു. വേറെ എങ്ങനെയാണ് ഗൂഗിൾ AI മോണിറ്റൈസ് ചെയ്യാൻ നോക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ലൈക്ക് എനി അതർ അഗ്രിഗേറ്റർ, അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കാലിഫോർണിയ ഗോൾഡ് റഷില് സ്പേഡ് ഉണ്ടാക്കി കൊടുത്തവരെ പൈസ ഉണ്ടാക്കി. അതേമാതിരി ഗൂഗിൾ ഈസ് ആക്ച്വലി rather than trying to sell their cloud infrastructure and tokens. ഓക്കെ, അപ്പോ അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദി പ്രസന്റേഷൻ ചെന്ന് കഴിഞ്ഞപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രസന്റേഷൻ വാസ് ഫ്രം എ ലേഡി. ഷീ വാസ് സ്പീക്കിംഗ് അബൌട്ട് ഏജൻസ്. ഓക്കെ, അപ്പോ എന്താ പറയാ എന്ന് വെച്ചാല് കണ്ടന്റ് ഉണ്ടായിരുന്നു അവരുടെ ടോക്കൺ. ആൻഡ് ഐ തിങ്ക് ഷീ ഈവൻ ഷോഡ് കോഡ് സ്നിപ്പെറ്റ്സ് യൂസിങ് ഗൂഗിൾ കോലാബ്, എങ്ങനെ ഒരു ഏജന്റ് വർക്ക് ചെയ്യും, ഏജന്റ് ഓർക്കസ്ട്രേഷൻ എങ്ങനെ പാരലലിസം കൊണ്ടുവരാം, അപ്പോൾ ഏജന്റ് ഇത് ചെയ്യുമ്പോൾ നോൺ ഡിറ്റർമിനിസം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. I think at least she is coming from a solutioning background. Geeta Gwalior കണ്ടാണ് അവരുടെ GitHub ഇത്. Okay, so that was good. And second session which I saw was actually he was explaining okay എങ്ങനെ എഫിക്കസി മെഷർ ചെയ്യാം, എങ്ങനെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. സോ ഐ could ask some questions. കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് മറ്റേ എന്താ പറയാ ഈ മറ്റേ ഒരു സ്റ്റുഡിയോ. ഓക്കെ, ഐ തിങ്ക് ഒരു പേരുണ്ട്. പണ്ട് ഈ എന്താ പറയാ ബാക്ക് ആൻഡ് ആസ് എ സർവീസ് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഗൂഗിളിന്റെ. ആ ഗൂഗിളിന്റെ അവരുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഇറ്റ് ഇസ് എൻ ഐഡിയ which supports TypeScript, C#, Java, Kotlin, you name it. അപ്പൊ ഗൂഗിളിന്റെ അവിടത്തെയും ഐഡിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എങ്ങനെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വെക്കാം, എങ്ങനെ ടോക്കൺസ് വെക്കാം എന്നുള്ളതാണ്. അപ്പൊ ദിസ് ഐഡിയ ഈസ് ആക്ച്വലി ഫയർബേസ് സ്റ്റുഡിയോ എന്നാണ് ആ ഐഡിയയുടെ പേര്. ഇറ്റ് ഈസ്
അത് ജെമിനൈ ഇന്റഗ്രേറ്റഡ് അല്ല, ജെമിനൈ പവർഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് റാദർ ദാൻ ഒരു എഡിറ്റർ അവരൊരു എന്താ പറയാ ഒരു സ്പെസിഫിക്കേഷൻ ബേസ്ഡ് എന്താ പറയാ ഒരു റാപ്പിഡ് ആപ്ലിക്കേഷൻ ടൂൾ മാതിരിയാണ് അത് കൺസീവ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് വാസ് ന്യൂ ആൻഡ് ദെൻ ദ പേഴ്സൺ ഹു ടുക്ക് ഓക്കെ സം അഭിഷേക് ദോഷി ആണെന്ന് തോന്നണം. ദിലീപ് ദോഷി എന്നുള്ള ക്രിക്കറ്ററിനെ അറിയാം. പിന്നെ ഈ ദോഷി എന്നുള്ള സർനെയിം കാരണം നോട്ട് ചെയ്തതാണ്. അപ്പൊ പുള്ളി ഈസ് എ ഫ്ലട്ടർ ഡെവലപ്പർ, ബട്ട് ഹി കുഡ് റൈറ്റ് എ എന്താ പറയാ ആപ്ലിക്കേഷൻ ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ് വെരി ഫാസ്റ്റ്. അപ്പോ വൈബ് കോഡിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോ പലരും പറയുന്ന കാര്യം ആൻഡ്രൂ കർപ്പാത്തി ആ ടേം കോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഐ തിങ്ക് ഇറ്റ് വാസ് ഇന്റർപ്രറ്റഡ് ഇൻ ഓക്കെ ഒരു ഇവിടെ ഇവിടെ ഉണ്ടോ മച്ച് അബൌട്ട് കോഡിംഗ് ഒക്കെ കണ്ടു എന്നുള്ളതാണ്. പക്ഷെ ഈ മറ്റേ ഫയർബേസ് സ്റ്റുഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് കോഡിംഗ് അറിയാമെങ്കിൽ, അത് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലെങ്കിലും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എറേഴ്സ് ഡു പോപ്പ് അപ്പ്, ഓക്കെ ഹലൂസിനേഷൻ ഹാപ്പൻസ്. പക്ഷെ അപ്പൊ അവിടെയൊക്കെ വന്നിട്ട് നിങ്ങളൊന്ന് കുറച്ച് കോഡ് ഡ്യൂക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു 3 മാസം കൊണ്ട് ആപ്ലിക്കേഷൻ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്. അപ്പോ ബട്ട് അതർവൈസ് ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 1 year. ഓക്കെ, അപ്പോ ദർ ഇസ് ഡെഫിനറ്റ് വാല്യൂ. അപ്പോ ഇനി അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫീച്ചേഴ്സ് ഡിസേബിൾ ചെയ്തിട്ട് ഈ സാധനം നമ്മൾ ബണ്ടിലെടുത്തിട്ട് നമുക്ക് ഗിറ്റബിൽ പോസ്റ്റ് ചെയ്തിട്ട് ഫോർക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ഡെവലപ്മെന്റ് ചെയ്യാം. അപ്പോൾ അതെനിക്കൊരു ഓക്കെ. ഞാൻ ഇത്രയും കാലം അസിസ്റ്റഡ് കോഡിംഗ് ഒരു സ്കെപ്റ്റിക്കലായിരുന്നു. പക്ഷേ ഫയർബേസ് സ്റ്റുഡിയോ എന്താ പറയാ ഒരു ഇതായിരുന്നു. പക്ഷെ ഒരു ക്യാവിയേറ്റ് ഉണ്ട്, നിങ്ങളുടെ കോഡ് അവർ ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അതിന്റെ ലൈസൻസിങ് എങ്ങനെയാന്നുള്ളതൊക്കെ പോയി നോക്കണം. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു അവിടെ പൊതുവെ ആ ഇവന്റിൽ നടന്നത്. അപ്പോ പിന്നെ കുറച്ച് ഓണ്ടർപ്രണേഴ്സിനെ കണ്ടു. അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ പാഷനേറ്റ് ആണ്. കുറെ വാണബി ഓണ്ടർപ്രണേഴ്സിനെയും അവിടെ കണ്ടു. അപ്പോ സോ ഓൾ ടുഗദർ എന്താ പറയാ ഈ ഒരു നല്ല ഇവന്റ് ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോ ബിഫോർ ഐ സം അപ്പ്, മറ്റേ കാൾ ന്യൂപോർട്ടിന്റെ ഡീപ് വർക്ക്, പിന്നെ ഫെലിക്സ് ടോം ജോസോ എന്തോ അങ്ങനത്തെ പേര് വരുന്നില്ല, പിന്നെ നോക്കാം. പുള്ളി പറയുന്ന മറ്റേ എന്താ പറയാ ഈ ഹൈ ഏജൻസി, പിന്നെ ഡിജിറ്റൽ മിനിമലിസം. ഓക്കെ, സോ ദാറ്റ് all three can actually come together along with some startup lingo and then business plan. Somebody can actually get into എന്താ പറയുക ഡിജിറ്റൽ സൊല്യൂഷനിസിങ്. ക്രിയേറ്റീവ് ഡിസ്ട്രപ്ഷൻ എന്നാണ് അതിനെ വിളിക്കേണ്ടത്. പക്ഷെ അതിനെ ഡിജിറ്റൽ സൊല്യൂഷനിസം എന്നുള്ള ഒരു ടേം ബുക്കും ഉണ്ട് എൻ്റെ. ഈ എൻ്റെ ടൈറ്റിൽ ഓർമ്മില്ല, ഒരു റഷ്യൻ നെയിമുള്ള ഒരാൾ എഴുതിയതാണ്. ഡിജിറ്റൽ സൊല്യൂഷനിസം തന്നെയാണെന്നുള്ള അതിന്റെ ടൈറ്റിൽ. അപ്പോ ആ ഒരു ഇതുണ്ട്. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള നിങ്ങൾ എങ്ങനെ അതിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു മോഡൽ ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ IT 3 ഡിവൈഡ് ചെയ്തു. അതായത് കാരണ IT കോഷ്യൽ അല്ലെങ്കിൽ കോസ് IT എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ മിഡിൽ വെയർ എഴുതുന്നുണ്ട്. കാര്യകാരണ IT അല്ലെങ്കിൽ കോസ് എഫക്റ്റ് IT, അതാണ് എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ്. പിന്നെ എഫക്ട് ബേസ്ഡ് IT, അതായത് ഫാസ്റ്റ് ആയിട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങുക, ഹൗ യു ക്യാൻ ആക്ച്വലി ബൂട്ട് സ്ട്രാപ്പ് സംതിങ് വെരി ഫാസ്റ്റ്, അതിനെ എഫക്ട് IT എന്ന് വിളിച്ചു. അപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ ഇഫ് യു ടേക്ക് നമ്പർ ഓഫ് ഡെവലപ്പേഴ്സ് ഇൻ ഇന്ത്യ, എല്ലാവരും ഒരു എന്റർപ്രൈസ് സെറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് എഫക്ട്. അപ്പോൾ ഞാൻ അതിനെ റഫ്ലി മാപ്പ് ചെയ്തത് ക്രിയേറ്റീവ് ഡിസ്ട്രപ്ഷൻ ആപ്ലിക്കേഷൻ ആണ് എഫക്ട് ബേസ്ഡ് IT. അത് B2C നേച്ചറുള്ളതായിരിക്കും മിക്കവാറും. പിന്നെ ഇവിടെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ B2B നേച്ചറുള്ളതായിരിക്കും. മറ്റേ ഡീപ് ടെക് പോകണമെന്നുണ്ടെങ്കിൽ കോസ് IT. അപ്പൊ ഞാൻ പൊതുവെ ആൾക്കാരെ മെന്റർ ചെയ്യുമ്പോൾ കോസ് എഫക്ട് ITയിലാണ് ഇപ്പൊ നമുക്കൊരു ജോബ് കിട്ടാനുള്ളത്. അപ്പോൾ ഐ വിൽ ടീച്ച് ദം സം ജാവ ഓർ ഐ വിൽ ഹെൽപ് ദം ടു ലേൺ ജാവ ഓർ C#, അല്ലെങ്കിൽ ചില റയർ ആൾക്കാർക്ക് C++. അങ്ങനെ അത് കഴിഞ്ഞിട്ട് they will get a job and then they will drift towards deep tech engineering എന്നാണ് goal. Very few people have done it. Some people have succeeded in doing it. Most probably ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ unless I categorize that into effect based IT, ഇപ്പൊ ഞാൻ അവിടെ കണ്ടതെന്ന് വെച്ചിട്ട് പല സീനിയേഴ്സ് പോലും വളരെ അപ്സെറ്റ് ആവുന്നുണ്ട്. ഈവൻ ഫോർ സം ടൈം ഒക്കെ I also felt okay expecting a technical event and seeing okay marketing pitch, then some people succeeding in it,
പിന്നെ ഐഡിയാസ് ലൈക്ക് ഹൈ ഏജൻസി അങ്ങനത്തെയൊക്കെ ഒരു ഇത് വരുമ്പോ ഒരു കോട്ട് ഓഫ് ഗാർഡ് വരികയായി. അപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ ലൈക്ക് മീ ഓക്കെ ഇൻഫൈനൈറ്റ് ഗെയിം കളിക്കുക എന്ന് പറയും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എവർ സിൻസ് ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ 1993 ഞാനിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് I've been doing whenever there is a tectonic shift happen in the industry for some reason എനിക്കിപ്പോൾ എന്താ പറയുക അതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട്, ഇൻക്ലൂഡിങ് ദ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് പാരഡൈം ഷിഫ്റ്റ്. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ഓക്കെ I am going to get an access to a GPU farm next week. So I am actually preparing some programs in order to test using that. അപ്പോൾ ഈ ഇങ്ങനെ നോക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഫാഡ് വെൻ PYT now it seems to see it has already disrupted the industry. ഒരു ഡൗട്ടും ഇല്ല, പ്രൊഡക്ടിവിറ്റി ആൾക്കാരുടെ കൂടിയിട്ടുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ മെച്ചോർഡ് ആവുന്നതിനനുസരിച്ച് ആൾക്കാർ മെച്ചോർഡ് ആവാത്തൊരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പീപ്പിൾ ആർ ബിക്കമിങ് എഫക്റ്റീവ് ഇൻ ദെയർ ആക്ടിവിറ്റീസ് ബട്ട് ദേ ദംസെൽസ് ആർ നോട്ട് ആക്ച്വലി സ്കെയിലിംഗ് അപ്പ് ഇന്റലക്ച്വലി ഓർ എന്താ പറയുക പ്രൊഫഷൻസി വൈസ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ £20 കൊടുത്താൽ $20 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടും. മറ്റേ എന്താ പറയാ ഈ AI ടൂൾസ് ഉണ്ട് അല്ലെങ്കിൽ AI മോഡൽസ് ഉണ്ട്. ബട്ട് വാട്ട് ഇഫ് ഈ സബ്സിഡി ഈ ഇൻവെസ്റ്റ്മെന്റ് കഴിയുമ്പോൾ അത് $150 ആവുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ 1-2 മോഡൽസിന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ $300 മോഡലിലോട്ട് ഒരു മാസം ഇത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ യു നീഡ് ടു ഹാവ് $4,000 AI ബജറ്റ് വരും. $4,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ എവരിബഡി ഈസ് ഡൂയിങ് എ സിംഗിൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ഗോ. കാരണം ഈ ഡിജിറ്റൽ സൊല്യൂഷനിസം എന്നെ ഫാഡ് എന്ന് ഞാൻ കംപ്ലീറ്റ്ലി പറയാൻ ഇതില്ല. കാരണം നൗ വിത്ത് ലൈക്സ് ഓഫ് ഗൂഗിൾ മറ്റേ എന്താ പറയുക മൈക്രോസോഫ്റ്റ് ഒക്കെ പിക്ചറിലുള്ള ഇത് തന്നെ ദേ മൈ പുട്ട് ദെയർ മൈറ്റ് ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ അത് കാരണം ചിലപ്പോൾ പാർഷ്യലി സക്സീഡ് ചെയ്തേക്കാം. ഓർ അറ്റ്ലീസ്റ്റ് യു വിൽ ഹാവ് millionaires from that wave around you. പിന്നെ എന്താ പറയാ കമ്പാരിസൺ ഗ്രൂപ്പിലും അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോ ഐ തിങ്ക് the old professionals like me or people who started even 5 years ago last 5 years ഒരു ഷിഫ്റ്റ് നടന്നേക്കണെന്ന് വെച്ചാൽ എല്ലാവരും ഈ കോവിഡിന് ശേഷം കമ്പനി പോകാത്ത കുറെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ഈ എന്താ പറയാ റിമോട്ട് വർക്കില്. മറ്റുള്ളവർ റിമോട്ട് വർക്ക് ഒരു എന്താ പറയുക കമ്മ്യൂട്ട് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി, ചിലപ്പോൾ മടി പിടിച്ചിരിക്കാനുള്ള ഒരു സ്ട്രാറ്റജി എടുക്കുകയാണ്. പക്ഷെ മറ്റവർക്ക് അതാണ് ജീവിതം. അപ്പൊ എന്ന സ്ഥാനത്ത് ഒരു 10-15 years തുടങ്ങിയ ആൾക്കാർ ദേ ആർ നോട്ട് ഗെറ്റ് കംഫർട്ടബിൾ. ദേ വുഡ് പ്രിഫർ ടു ഗോ ടു ദ ഓഫീസ് ആൻഡ് ഡൂച്ച്. അപ്പോ ഈ ബൈ സെഗ്മെന്റിങ് യുവർ വിഷൻ ഇൻ ടു 3 ഐ തിങ്ക് യു ക്യാൻ ഇന്റഗ്രേറ്റ്. യു ഡോണ്ട് ഹാവ് ടു അസിമുലേറ്റ് ഇൻ ടു ദിസ് ന്യൂ ഏജ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാല് ഹി ഈസ് തിങ്കിങ് ദാറ്റ് സബ്സ്ക്രിപ്ഷൻ ടു മോഡൽസ് ഈസ് ഗെറ്റിംഗ് 5 developers to do it. Now in this tectonic shift it is a best time to make fortune വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ it's each one according to their own wish എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഗൂഗിൾ ഡെവലപ്പർ ഗ്രൂപ്പ് ഇവന്റ് ഒരു ന്യൂ ബ്രീഡ് ഓഫ് പീപ്പിൾ വരുന്നുണ്ട്. പീപ്പിൾ ഹു ആർ ആക്ച്വലി എന്താ പറയാ ഈ ഡിജിറ്റലി ഇൻക്യുബേറ്റഡ്. അപ്പൊ ഞാനൊരു പണ്ടൊരു ടേം ഉണ്ടാക്കിയിട്ടുണ്ട്, ഡോഗ്, ഡിജിറ്റലി ഒപ്റ്റിമൈസ്ഡ് ഗീക്ക്. അപ്പൊ അങ്ങനത്തെ പിള്ളേരെ ഞാൻ കണ്ടു. അപ്പൊ പീപ്പിൾ ഹു സ്റ്റാർട്ടഡ് ഏർലി ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ഈ ഗെറ്റിംഗ് ഇൻ ടു എന്റർപ്രണർഷിപ്പ്, ചൈൽഡ് പ്രോഡിജി ആവുക, അതൊരു അവരുടെ ബാല്യം പോയെന്നാണ് എനിക്ക് പറയാനുള്ളൂ. സോ ടൈം വിൽ ടെൽ വെദർ ഇപ്പൊ എല്ലാവരും ഒരു AI ഈ പറയുന്ന രീതിയിലൊക്കെ റൈഫായി അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ I hope this was useful. നന്ദി, നമസ്കാരം.